ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ ഇത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ സന്തോഷ വാർത്തകൾ? 2 of Cups ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. Nine of Wands. King of Pentacles. Queen of Cups. The Tower. Three of Wands. Five of Pentacles. Four of Wands. Nine of Swords. Five of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ 4 of Cups ആണ്. ഹാർമണി. Nothingness. Success. The Lovers. Ordinariness. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ബർഡനാണ്. ഇപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ 4 of Cups ആണ് വന്നിരിക്കുന്നത്. 4 of Cups എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് മാനസികമായ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ കടന്നു പോകുമെന്ന് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ 6 of Swords ആണ് വന്നിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് 6 of Swords ആണ്. അപ്പോൾ ഈ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ ഹീലായിട്ട് പോകും, എവിടെയെങ്കിലും മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകും. ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടം കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 2 of Cups ആണ്. കപ്പ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പുതിയതായിട്ട് നിങ്ങൾക്കൊരു ലവ് തുടങ്ങുകയാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വരുന്നതായിരിക്കാം, വന്നു ചേരുന്നതാണ്. ഇവിടെ ആഗ്രഹിക്കുന്ന എന്തോ കാര്യത്തിന് വേണ്ടി കാത്തുനിൽപ്പാണ്, വെയിറ്റിംഗ് ആണ്. അവിടെ വെയിറ്റിങ്ങിൻ്റെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വെയിറ്റിങ്ങിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമല്ല, ഇവിടെ മൂൺ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഒരു കാര്യം മാത്രമല്ല, സാജിറ്റേറിയസ് എനർജിയാണ്. വാൺസ്, ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. സാജിറ്റേറിയസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അവിടെ.
അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും സന്തുഷ്ടരാണ്, പക്ഷേ എന്തോ ഒന്നുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അത് വന്നു ചേരാനുള്ള ഒരു കാത്തിരിപ്പാണ്, വെയിറ്റിംഗ് എനർജിയാണ്. കാരണം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം, അല്ല എങ്കിൽ ഇവിടെ നിന്നും ഇത്രമാത്രം അടുത്തിരുന്നിട്ട് ഒന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. ഇവിടെ കൂടിച്ചേരുന്ന എനർജി വന്നിട്ടുണ്ട്. കൂടിച്ചേരുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടി ഒരുപാട് ഇഷ്ടത്തിലായിട്ട് സംസാരിച്ച് പോയപ്പോൾ തന്നെയും നിങ്ങൾ അവിടെ എന്തോ പ്രശ്നമുണ്ടായിട്ട് രണ്ടുപേരും തമ്മിൽ നോ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടാവാം. ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഇവിടെ അതിൻ്റേതായ കാത്തിരിപ്പും ആകാം. അപ്പോൾ നിങ്ങളുടെ പിരിഞ്ഞു പോയ പാർട്ട്ണർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം. അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാവാം ഇവിടെ. അല്ലെങ്കിൽ പാസ്പോർട്ട്, വിസ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ചില ചിട്ടികൾ വീഴാൻ നറുക്കെടുപ്പിലൊക്കെ പങ്കെടുത്തിട്ട് അതിലുള്ള എന്തെങ്കിലും പ്രോഗ്രസ്സിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നതാവാം, അത് വന്നു ചേരാനുള്ളത്. അല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം, അത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് ആ ലോൺ നിങ്ങൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ വീട് പണിയാനുള്ള ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടുമോ, എഡ്യൂക്കേഷൻ ലോണൊക്കെ എന്തിനെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട്. ഇവിടെ സാമ്പത്തികമായിരിക്കണം, കാരണം അടുത്തായിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള നോക്കിയിരിപ്പും ആകാം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പിരിഞ്ഞു പോയവർ തിരിച്ചു വരും, തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു വരും, വരാതിരിക്കത്തില്ല. കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾസ് ക്യൂൻ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ആരെങ്കിലും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് വന്നു ചേരുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് മാനിഫെസ്റ്റേഷൻ വർക്ക് പിരിഞ്ഞു പോയവർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, ഒരുപാട് ഭാഗ്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, അവിടെ ക്യാൻസർ എനർജി കൂടുതലായിട്ടും കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം ശരിയാണ്, പക്ഷേ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം കിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് മാറുന്നൊരു രാജാവിൻ്റെ സമ്പത്തിൻ്റേതായ ഒരു രാജാവ് എന്ന് പറയുമ്പോഴെന്താണ്, ധാരാളം പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ്. ധാരാളം പണം എന്ന് പറയുമ്പോൾ അബണ്ടൻസ് ആണ്, അവിടെ വെൽത്ത് ഒക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. പ്രോസ്പെറിറ്റി, അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ക്യൂൻ ഓഫ് കപ്സ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്, ആൾക്കാർ പിരിഞ്ഞു പോയവർ വന്നു ചേരാനും മറ്റെന്തെങ്കിലുമൊക്കെ നല്ല ലൈഫിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. നല്ല ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടെയും പ്രോസ്പെറിറ്റി വരാൻ, നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ച് വരാനുള്ളത്, അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പിനും നിങ്ങളോട് കൂടിച്ചേരാൻ ആരെങ്കിലും ഉണ്ടോ, കൂടിച്ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ, സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാനുള്ള ആഗ്രഹമാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. ഇവിടെ അതുതന്നെയാണ് കാണുന്നത്. പരസ്പര വിശ്വാസത്തോടു കൂടിയുള്ളത്, പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ടവർ മൊമെൻ്റാണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ടവർ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, തൊട്ടടുത്ത് തന്നെ ഇവിടെ ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 9 ഓഫ് സോഡ് വന്നിരിക്കുന്നു. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസും വന്നിരിക്കുന്നു. ഇതെല്ലാം കൂടെ ഈ ടവർ മൊമെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഈ ടവർ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലോസ്, അതുപോലെ തന്നെ വളരെയധികം സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർ തമ്മിലുള്ള വേർപാട്, ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ തരുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ലൈഫായിരുന്നു കുറച്ച് മുൻപ് വരെയും എന്ന് കാണുന്നു. ഇപ്പോഴും പലരും അതിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. കാരണം ഇവിടെ കണ്ടില്ലേ, ആൻസൈറ്റി, ഫിയറും ഒക്കെ ഉണ്ട്. ഇവിടെ ആകാംക്ഷ, പേടി മനസ്സിൽ വന്നു ചേരുമോ, എന്നിൽ നിന്ന് ഇത്ര നാൾ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു, എന്നിട്ടത് പിരിഞ്ഞു പോയി, വരുമോ, അവർ വരുമോ, വന്നു ചേരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം നിമിത്തം വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ. ഇവിടെ ടോർണമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അസുഖങ്ങളുണ്ടാവാം, ഒരുപാട് വലിയ അസുഖങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം ജീവിതത്തിൽ. ഡിവോഴ്സ് നടക്കാം, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്, കേസുകൾ, വഴക്കുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങളെ മറ്റുള്ളവർ ചീറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ, അത് ഇവിടെ വന്നിട്ടുണ്ട്. 5 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നും ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ.
അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത്. കോൺഫ്ലിക്റ്റും ബാറ്റിൽസ് ഫൈറ്റ്സ് ഒക്കെയാണ്. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 5 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഈ 5 ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചീറ്റിംഗ് ആണ്. പലർക്കും അവരവർക്ക് ജയിക്കണം എന്നുള്ള വിശ്വാസത്തോടു കൂടി മറ്റുള്ളവരെ തറപറ്റിക്കുക. മറ്റുള്ളവർ എങ്ങനെയും ആയിക്കോട്ടെ, മറ്റുള്ളവരെ വഞ്ചിച്ചെങ്കിലും അവരോട് കള്ളത്തരം കാണിച്ചെങ്കിലും എനിക്ക് ജയിക്കണം എന്നുള്ള വാശിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അസുഖങ്ങളിലാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു 9 ഓഫ് സോഡ് വന്നിരിക്കുന്നത് തന്നെ ഒരുപാട് ദുഃഖങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ഇവിടെ കാണുന്നത് റിലേഷൻഷിപ്പ് പ്രശ്നമാകാം ഒന്നാമത്. പിന്നെ രണ്ടാമത് ജോലി പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ജോലി സാധ്യത, കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് ആഘാതം ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരാതിരിക്കുന്ന ഒരു എനർജിയാണ്, അങ്ങനെയും പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു. ഒരുപാട് പേർ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാരണം ഈ ടവർ മൊമെൻ്റ് വന്നിട്ട് ഒരുപാട് പേർ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരാതിരിക്കില്ല. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് പറയുന്നത്. കാരണം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഈ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും കാത്തിരിപ്പുകളുണ്ട്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് കരകയറി വരുന്ന ഒരവസ്ഥയാണെന്ന് കാണുന്നുണ്ട്. ഇപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വീണ്ടും നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അതിനെ തരണം ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ശ്രമത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി ഇവിടെ 4 ഓഫ് വാൻഡ്സ്, എൻജോയ്മെൻറ്റ്, സെലിബ്രേഷനും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് കാത്തിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത്. എല്ലാവിധ കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്ന എനർജി ഇവിടെയുണ്ട്. വിദേശത്തേക്ക് പോകാനായിരിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പുകൾ നിങ്ങൾക്കിവിടെ സഫലമാകുന്ന എനർജി ഉണ്ട്. അതായത് ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഭദ്രത, അടിസ്ഥാനം വരികയാണ്, ഒരു ഭദ്രത വരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ആഗ്രഹമല്ലേ ഒരു ജീവിതത്തിൽ ഒരു ഭദ്രത വേണം. അത് ഏത് കാര്യത്തിലായാലും. ആദ്യം നിങ്ങൾ വിചാരിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ, പിന്നെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ളത്, പിന്നെ പിരിഞ്ഞു പോയിട്ടുണ്ടോ ആരെങ്കിലും, അവർ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം അല്ലേ, അവരുടെ കൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ഭദ്രത വരും. തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ് പിരിഞ്ഞു പോയത്? അത് നിങ്ങളുടെ തന്നെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ അലസത വരുത്തി വെച്ച ചില കാര്യങ്ങളാണ്. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. നിങ്ങളിൽ നിന്നും അതുവരെ സ്നേഹിച്ച് നിന്നിരുന്ന ആൾക്കാർ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു ആർഗ്യുമെൻറ്റ്സ് ആണ്, വാക്കുതർക്കങ്ങളാണ്, ഞാൻ വലുത് എന്നുള്ള ഈഗോ നിമിത്തമാണ് ചില പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇല്ല എങ്കിൽ അത്രമാത്രം പ്രശ്നങ്ങൾ രൂക്ഷമാവില്ല. അങ്ങനെ രൂക്ഷമായ പ്രശ്നങ്ങൾ നിമിത്തമാണ് ഇവിടെ വേർപിരിയൽ വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തം 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തം ഇവിടെ വേർപെടാം, പിരിഞ്ഞു പോകാം. അല്ലെങ്കിൽ അനാരോഗ്യകരമായ അവസ്ഥയിൽ രണ്ടുപേരും പിരിഞ്ഞു പോകാം. ഇവിടെ അങ്ങനെയല്ല, ആർഗ്യുമെൻറ്റ്സ് നടത്തിയിട്ടും നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ, വഴക്കുകൾ ഉണ്ടായിട്ടും രണ്ടുപേർ തമ്മിൽ പിരിഞ്ഞു പോകാം. ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ തന്നെ പിന്നീട് അവർ പിരിഞ്ഞു പോയി കഴിയുമ്പോഴാണ് അവരുടെ വില മനസ്സിലാകുന്നത് അല്ലേ. പിന്നെ അവർ എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായി അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും നടത്തുന്ന എനർജി, കാത്തിരിപ്പുകളാണ് പിന്നീട് അല്ലേ. അപ്പോൾ ഇവിടെ ആരും ഒന്ന് താഴാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാണുന്നത്. ആരെങ്കിലുമൊക്കെ താഴാൻ സന്നദ്ധരാവണം, തയ്യാറാവണം. ഞാൻ ഇത്തിരി സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എന്നെപ്പോലെയുള്ള ഒരു സോളാണിതും, എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യജീവിയാണ് എന്നൊക്കെയുള്ള പരിഗണനയെങ്കിലും കൊടുക്കണം. ഈ ഒരു പരിഗണന നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കരുണ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേർപിരിയൽ എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവുകയില്ല. മനസ്സിലായില്ല. ചിലപ്പോൾ ചില തേർഡ് പാർട്ടി നിമിത്തം ഇവിടെ ഉണ്ടാവാം. നല്ല സമൃദ്ധിയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ഇവിടെ കുറച്ചൊന്ന് താഴാൻ തയ്യാറായി കഴിഞ്ഞാൽ ഞാനങ്ങ് ചെറുതായിക്കൊള്ളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും എൻ്റെ കുടുംബം മുന്നോട്ട് സന്തോഷമായിട്ട് പോയിക്കൊള്ളുമല്ലോ എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചേർന്ന് പോകാവുന്ന കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ ഭദ്രത വരുത്താൻ സാധിക്കും.
സാമ്പത്തിക പ്രശ്നം വേറെ ഉണ്ടാവാം, പക്ഷെ പിരിഞ്ഞു പോയിട്ട് ഉള്ള കാര്യങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, ഞാനങ്ങ് കൊച്ചായിക്കൊള്ളാം. കൊച്ചാവുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ല, എല്ലാവർക്കും വലുതാവണം, എല്ലാവർക്കും ഞാൻ പറയുന്നത് ഇവിടെ വിജയിച്ച് നിൽക്കണം, ഞാനാണ് ഇവിടെ ജേതാവ് എന്നുള്ള മട്ടിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, കുറേ അധികം വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൂടിച്ചേരുന്ന എനർജിയാണ്, വിവാഹം നടക്കുന്ന എനർജി, സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ്. ജീവിതത്തിലൊരു അടിസ്ഥാനം വരുന്നു, നല്ലൊരു ഭദ്രത നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നു. അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷകരമായ ലൈഫിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുട്ടികളില്ലാതിരുന്ന് കുട്ടികളുണ്ടാവുക, അതുപോലെ തന്നെ അതിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക, അതിനുള്ള ഒരു ആഘോഷം നടത്തുക. അതുപോലെ ദൈവാനുഗ്രഹം, ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക്, റീയൂണിയൻ സംഭവിക്കുക, ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് 4 of Wands എന്ന് പറയുന്നത്. ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു എനർജിയാണ്, ഒരു കാർഡാണ് 4 of Wands എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ കുറേ അധികം കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്, കുറേ ത്യാഗം സഹിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഇതുവരെ വിവാഹം നടക്കാതെ നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സമയം ആയിരിക്കുന്നു. കാരണം എന്താണ്? ദൈവാനുഗ്രഹം. 11 എന്നുള്ള നമ്പർ കാണുന്നത് ഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിൻ്റെ തുടക്കത്തിന് സമയമായിരിക്കുന്നു എന്നുള്ള പറച്ചിലാണ്, എന്നുള്ള സന്ദേശമാണ് അവിടെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കാണുന്ന ഉടനെ തന്നെ നിങ്ങൾക്കെല്ലാം കൂടി വന്നു ചേരും എന്നല്ല പറഞ്ഞത്. നിങ്ങളിത് കാണാൻ തുടങ്ങുമ്പോൾ ഒരേ സമയത്ത് കൃത്യമായി ചില സംഖ്യകളുടെ പാറ്റേൺസ് ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങുക. 11 എപ്പോഴും കാണുക, മിക്കവാറും എന്നും 2-3 തവണ വീതം അത് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിനൊരു മാറ്റം വരാറായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റം തുടങ്ങി ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും മാറ്റത്തിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിനൊരു ഭദ്രത വരുന്നു, ഒരു അടിസ്ഥാനം ഉറയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഹാർമണിയാണ്. ഹാർമണി, ഒത്തുചേർന്ന് മുന്നോട്ട് പോകാം. കണ്ടില്ലേ? ഇവിടെ ഈ പറയുന്നത് എന്താണ്? ഒത്തുചേർന്ന് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള അവസരമായിട്ടുണ്ട്, അതിനുള്ള സമയമായിരിക്കുന്നു. ഹാർമണി 10 ആണ് ഇവിടെ നമ്പർ. കണ്ടല്ലേ? തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. അപ്പോഴാണ് കുറേ കാര്യങ്ങളിലേക്കൊന്ന് അവെയർനെസ് ഉണ്ടാവുന്നത്, തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഒരു കാര്യത്തിൽ ഗഹനമായിട്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അതിൻ്റേതായ പല സൈഡും മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴാണ്? കുറച്ച് തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടേതായ ഉള്ളിൽ നിന്നും ഉൾവിളികളുണ്ടാവും. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു മുന്നോട്ടൊരു പ്രോഗ്രസ് ലഭിക്കും. ഹൃദയചക്ര, അതുപോലെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ, ഇതൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് പ്രണയം തുടങ്ങും. പ്രണയം തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആരോടാണ്? പാർട്ട്ണറോട്, അല്ലെങ്കിൽ ലവർ, അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിൽ, അതിനിടയിലും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു അവസ്ഥ വളരെയധികം സന്തോഷം നൽകുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയും ജീവിതത്തിൻ്റെ തുടക്കം വന്നിട്ടുണ്ട്. ഇവിടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരവസ്ഥയാണ് ടവർ മൊമെൻ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങളോട് പിരിഞ്ഞു പോയവർ തീർച്ചയായിട്ടും വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇന്ന് ഒരുപാട് ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് കണ്ടില്ലേ? ലവേഴ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 of Cups, പിന്നെ 4 of Wands വന്നിട്ടുണ്ട്, Queen of Cups വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എനർജി ഒക്കെ എന്താണ് പറയുന്നത്? നിങ്ങളുടെ എനർജിയാണിത്. കാരണം നിങ്ങളിൽ പലരും ഇങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്, അല്ലേ? പിരിഞ്ഞു പോയവർ തിരിച്ചു വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് കൂടിച്ചേരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് അതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം പിരിഞ്ഞു പോയത്. അപ്പോൾ അവർ തിരിച്ചു വരാൻ വേണ്ടി, അല്ല എങ്കിൽ പിന്നീട് എന്താണ് വിവാഹം നടക്കാൻ വേണ്ടി, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പലരും നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ? ഫസ്റ്റ് തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 4 of Cups ആണ്. ഇവിടെ കണ്ടില്ല? ഒരുപാട് മാനസിക പ്രശ്നം, ഒരുപാട് വിചാരങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്, ഒത്തിരി വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കാരണം പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത്, അവരുടെ വില മനസ്സിലാകുന്നത്.
കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച മനസ്സിലാവത്തില്ലല്ലോ. അതിൻ്റെ വില മനസ്സിലാവുന്ന എപ്പോഴാണ്? കണ്ണിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളോടൊപ്പം ചേർന്നിരുന്നവർ ഒന്ന് പിരിഞ്ഞു പോകുമ്പോഴാണ് ഭയങ്കരമായ ഒരു വിഷമം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നത്. അത് വല്ലാത്തൊരു ഫീലിങ്സാണ് അല്ലേ? അപ്പോൾ അവിടെ നിന്നുമാണ് നിങ്ങൾക്കിവിടെ ഹാർമണി വരുന്നത്, ഇവിടെ 4 of Wands വന്നിട്ടുള്ളത്. അപ്പോൾ കൂടിച്ചേർ ഇവിടെ 2 of Cups വന്നിട്ടുള്ളതും അതേ എനർജി തന്നെയാണ്. ഇവിടെ നത്തിങ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങളെ ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഉള്ളിൽ, കാരണം നിങ്ങളെല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് തന്നെ കാണുന്നതാണ്. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് മുന്നോട്ട് വഴിതിരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ട്, അതിനുള്ള ഒരു ബുദ്ധി ഉണ്ട് എങ്കിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരേപോലെ കണ്ട് സമചിത്തതയോടുകൂടി കണ്ട് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെങ്കിൽ എന്താണ്? പ്രശ്നമേ ഇല്ല. അത്രമാത്രം ദൈവാനുഗ്രഹം സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് വെൽത്ത് വരുന്നുണ്ട്, ഹെൽത്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വില അറിയില്ല, മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഒരുപാട് വിലയുള്ള വ്യക്തികളാണ് നിങ്ങളിൽ ഒരുപാട് കഴിവുകളുണ്ട്, മനസ്സിലായില്ലേ? അതിനൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതെ പോകുന്നു, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് ഇവിടെ സക്സസ് വരുന്നുണ്ട്. നിങ്ങൾ സ്വയം ഒരു മാറ്റത്തിന് തയ്യാറെടുക്കണം, സ്വയം ചില കാര്യങ്ങളിൽ ഉത്ബുദ്ധരാവണം, ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായ ചില അവസരങ്ങളുണ്ടെങ്കിൽ അതിനങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതാണ് ഇവിടെ പറയുന്നത്. സ്വയം മനസ്സിലാക്കണം, എന്ത് കാര്യമുണ്ടോ, എന്നിൽ എന്തുകൊണ്ടാണ് ഇത് വന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടാണോ ഇത്, അപ്പോട്ടെ ഞാനായിട്ട് അതിനെ അങ്ങ് സോൾവ് ചെയ്തേക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് നിങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾ വരുത്തിയെടുക്കണം, മനസ്സിലായില്ലേ? ആ ഒരു എനർജി നിങ്ങളിലുണ്ട്, പക്ഷേ അത് നിങ്ങളൊന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കണം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ ലവേഴ്സാണ്, കണ്ടല്ലേ? ഇവിടെ ഓർഡിനറിനെസ്. സാധാരണ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള വക ഉണ്ടാവുന്നു. ഇവിടെ ദ ലവേഴ്സ്, ഇവിടെ പാസ്റ്റ് ലൈഫിലെ ആൾക്കാർ തന്നെ വീണ്ടും എത്തിച്ചേരുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ചില സമയമാണ്. നിങ്ങൾക്ക് വിജയം കൊയ്തെടുക്കാൻ സാധിക്കുന്നു. അതാണിവിടെ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെ, വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെ, ഏത് രീതിയിലുള്ള വ്യക്തികളെയാണോ ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവാം, കലാപരമായ ഒരുപാട് കഴിവുകളുള്ളവർ വേണം, ഡാൻസ് ചെയ്യുന്ന പാട്ട് പാടുന്ന ആൾക്കാർ വേണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. ഒരുമാതിരി സൗന്ദര്യം ഉണ്ടായിരിക്കണം, ഒരുമാതിരി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത്ര തന്നെ ചിലപ്പോൾ കൂടുതലായിട്ടും ചിന്തിക്കാം അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ ഹാർമണിയും വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം, എന്തൊക്കെ ഭാഗ്യമാണ്, ഞാൻ എല്ലാ കാർഡ്സും കൊണ്ട് എടുക്കുന്നില്ല, കുറച്ച് മതിയല്ലോ നമുക്കിവിടെ. എല്ലാം കൂടെ എടുത്ത് വെച്ചാൽ ഇത് ഒത്തിരി സ്മൂത്താണ് കാർഡ്, അപ്പോൾ ഇത് കയ്യിൽ നിന്ന് അങ്ങ് തെന്നിപ്പോവും. ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത്. ചേഞ്ച് ഫോർ ദ ബെറ്റർ. കണ്ടില്ലേ? നിങ്ങളൊരു ചേഞ്ച് വരുന്നുണ്ട്, നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ഇവിടെ ഈ ടവർ മൊമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അതിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങളിലേക്ക് മാറ്റം വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതിനായിട്ട് ശ്രമിച്ചിരിക്കുന്നവർ, ഒരു മാറ്റത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക്, മനസ്സിലായില്ലേ? ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾ ശ്രമിക്കണം, ശ്രമിക്കാതെ പറ്റില്ല. അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, സ്പിരിച്വൽ വർക്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്നത്. ഒരു ബെറ്റർ ചേഞ്ച്, നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ 4 ലീഫ് ഫ്ലവറാണ്. ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ. കണ്ടില്ലേ? വളരെ വളരെ നല്ല ഒരു ഫോർച്യൂൺ, നല്ല ഒരു ഭാഗ്യ ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്.
കാരിയേജ് ജേർണി ഏതർ ഫിസിക്കൽ ഓർ മെൻ്റൽ. നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പുറപ്പെടാനുള്ള ഒരു യാത്ര ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് സന്തോഷം തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കാം, എന്തിനെങ്കിലും വേണ്ടിയിട്ട്. ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളാവാം, ചിലപ്പോൾ എന്തെങ്കിലും പാർട്ടിയിൽ പങ്കെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ജോലി കാര്യങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ ഇതിന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. യൂണിക്കോൺ ആണ് വന്നിരിക്കുന്നത്. യൂസ് യുവർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ്. വളരെ പ്രധാനകരമായ വളരെ പ്രയോജനകരമായ ചില ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. എങ്ങനെയാണ്? നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇൻഡ്യൂഷൻ വരുന്നത് എപ്പോഴാണ്? അത് നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നത്. ചിലർക്ക് ജെനുവിനായിട്ട് ചിലപ്പോൾ ഇൻഡ്യൂഷൻ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അതില്ലാത്തവർ ചിലരൊക്കെ ആണെങ്കിൽ അത് പരിശ്രമിച്ച് നേടിയെടുക്കുന്ന ഒന്നാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവ്. അതല്ല എങ്കിൽ ഉള്ളിൽ നിന്ന് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉൾവിളികളാൽ മനസ്സിലാക്കാനുള്ള കഴിവ്. അതാണ് വരുന്നത്. ഇവിടെ നെറ്റിയിൽ കൊമ്പുള്ള ഇവിടെ യൂണിക്കോൺ എന്ന് പറയുന്ന ഈ കുതിരയാണ്. ഇതാണ് ഏറ്റവും അധികം ഇൻഡ്യൂഷൻ കൊണ്ടുതരുന്ന ഒരു ആനിമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിദ്ധികൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭാഗ്യദിനമായിട്ട് നിങ്ങൾക്ക് കരുതാവുന്നതാണ്. ഹാൻഡ് ഷേക്കാണ്. ഈ മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻറ്റ്. കണ്ടില്ലേ, നിങ്ങളൊരു അപരിചിതരുമായിട്ട് നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതായിരിക്കും. ആ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹാറ്റ്, യു വിൽ ബി പ്ലേയിങ് എ ഡിഫറൻറ്റ് റോൾ. നിങ്ങൾക്ക് പല വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ വിവാഹമായി, ജോലിയായി, പല കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഒരു കാര്യത്തിന് മാത്രമല്ല നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഫോക്കസ് ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ്. അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ലൈനാണ് ടൈം ടു ആക്ട്. നിങ്ങളുടെ ആക്റ്റീവ് ആകാനുള്ള സമയം ആയിരിക്കുന്നു. നിങ്ങളിവിടെ ഏത് കാര്യത്തിലാണോ ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നത്? ഞാനിവിടെ കാർഡ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയാം നിങ്ങളിവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നു പല കാര്യത്തിലും. പക്ഷേ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കേണ്ട, നിങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യൂ, ആക്ഷൻ എടുക്കൂ. ആക്ഷൻ എടുക്കാതെ ഒരു കാര്യത്തിലും സക്സസ് വരില്ല. ഇവിടെ ആക്ഷൻ എടുക്ക്, നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ, അതുപോലെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ് ആയിട്ട് നീങ്ങാനുള്ള സമയം അടുത്തിരിക്കുന്നു. വരാതിരിക്കില്ല. ഒക്ടോബർ എന്ന് പറയുന്ന മന്ത്, സെപ്റ്റംബർ ഒക്ടോബർ അല്ലേ, ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. ഒക്ടോബർ എന്ന് പറയുന്ന മന്ത്. അഫയേഴ്സ് വിത്ത് യുവർ ഫാമിലി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫാമിലിയുമായിട്ട് സന്തോഷമായിട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തണം. ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നതാണ് അതെങ്കിൽ അത് നിങ്ങളൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അവിടെ വഴക്കിട്ട് പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ, പരസ്പരം അകന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സമാധാനമില്ലാതെ വരും. അതുകൊണ്ട് ഇവിടെ സമാധാനം കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക. എല്ലാവരുമായിട്ട് കൂടിച്ചേർന്ന് സന്തോഷകരമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ചെയർ എംറ്റിയാണ്. സമ്മൺ ഈസ് ലിവിങ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആരോ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട്. കാരണം നിങ്ങൾ ജീവിതത്തിൽ ഒരു മരണം, ആരുടെയെങ്കിലും ചിലപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ നിങ്ങളെ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയും ആവാം. അവരുടെ സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ഇനി അത് ഫില്ല് ചെയ്യാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചേ മതിയാവൂ. ഒരു കാർഡ് കൂടെ എടുത്തു നോക്കാം. സിസേഴ്സാണ്. ഡിസപ്പോയിൻമെൻറ്റ് ഇൻ സം അഫെയർ.
ചില ആൾക്കാരിൽ നിന്നും കണ്ടില്ലേ, ഇത് ഇവിടെ തന്നെ പറഞ്ഞതാണ്, ചില ആൾക്കാരിൽ നിന്ന്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾ വന്നപ്പോഴും ഇവിടെ ടവർ മൊമെൻറ്റ്, ഇവിടെ 9 ഓഫ് സോഡ് ഒക്കെ പറയുന്നത് എന്താണ്? ഡിസപ്പോയിൻമെൻറ്റ് ഇൻ സം അഫെയർ. ചില ആരിൽ നിന്ന്, നിങ്ങളിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ ഒരു നിരാശ അനുഭവിക്കാനുള്ള സാധ്യത, ചിലപ്പോൾ ദുഃഖം അനുഭവിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ആൾക്കാർക്ക് അത്തരത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള എനർജി ഉണ്ടാവാം, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇവിടെ നോക്കാം, ബോക്സ് യു വിൽ റിസീവ് എ ഗിഫ്റ്റ്. നിങ്ങളിൽ ആർക്കോ ഒരു ഗിഫ്റ്റ് വരാൻ ഉള്ള സാധ്യതയുണ്ട്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്യാനുള്ള ആ സമയം ഉണ്ട്. അത് ആയിരിക്കും, ആ സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ടോർച്ചാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റൻമെൻറ്റ്, അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സ്പിരിച്വലി നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെവലപ്പാവുന്നുണ്ട്. അതുപോലെ എൻലൈറ്റൻമെൻറ്റ്, കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഇവിടെ അവെയർനെസ്, ഉണർവ് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഇത് വളരെയധികം സന്തോഷകരമായ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നുണ്ട്. ഒരു കാർഡ് കൂടി എടുത്തിട്ട് പറയാമേ. ഹാൻഡ് ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്, അസിസ്റ്റൻറ്റ് ആൻഡ് ഗൈഡൻസ്. അസിസ്റ്റൻസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് തരുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും നല്ല വ്യക്തികളുടെ ഉപദേശം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് കാണുന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ലേ. ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേർ മടി കാണിക്കുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ താങ്ക് യു പറഞ്ഞെങ്കിലും ഒരു കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.